നമസ്കാരം, ആപ്കെ അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളിവിടെ ആപ്കെ അദാലത്തിൽ വിമർശനങ്ങളും ചർച്ചകളിലും ഉൾപ്പെടുന്ന വ്യക്തികളെയാണ് പൊതുവെ കൊണ്ടുവരാറുള്ളത്. ജനങ്ങൾ അവരോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പത്രത്താളുകളിൽ അവർ എപ്പോഴും ഹെഡ്ലൈനാണ്. ഇതാ ഇന്നത്തെ വിചാരണ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രശസ്തയായ പോലീസ് ഓഫീസർ കിരൺ ബേദി ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ആപ്കെ അദാലത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയും അതുപോലെ ജഡ്ജിയും വന്നിട്ടുണ്ട്. ഇന്നത്തെ വിചാരണ നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ MP കൗശൽ അനുവാദം തരികയാണെങ്കിൽ നമുക്ക് വിചാരണ ആരംഭിക്കാം. ഇന്നത്തെ വിചാരണ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. നമുക്ക് വിചാരണ ആരംഭിക്കാം. ആപ്കെ അദാലത്തിൽ കിരൺ ബേഡിക്കെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ കിരൺ ബേഡിക്കെതിരായ കുറ്റാരോപണം ഇവർ എപ്പോഴും ചർച്ചകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കിരൺ മേഡം, താങ്കളുടെ 33 വർഷത്തെ പോലീസ് ജീവിതം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വായിക്കുന്തോറും എനിക്ക് മനസ്സിലായത് താങ്കളുടെ പേര് കിരൺ ബേഡി എന്നല്ല, കോൺട്രവേഴ്സി ലേഡി എന്നാണ്. കാരണം താങ്കൾ വെക്കുന്ന ഓരോ അടിയിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി കാണും. എന്തിനെ കുറിച്ചാ പറയുന്നേ? 1981 ഡൽഹിയിലെ ജനങ്ങൾ താങ്കളെ ആദ്യമായിട്ട് കാണുന്നത്. റോഡിൽ നോ പാർക്കിംഗ് നിൽക്കുന്ന വണ്ടിയെല്ലാം ക്രെയിൻ വെച്ച് തൂക്കാറുണ്ട്. അതെങ്ങനെയാ കോൺട്രവേഴ്സി ആകുന്നേ? ആ സമയത്താണ് താങ്കൾക്ക് ക്രെയിൻ ബേഡി എന്നുള്ള പേര് വന്നത്. അതുകൊണ്ട് ഇത് കോൺട്രവേഴ്സി ആണോ? എങ്ങനെയാ ഇത് കോൺട്രവേഴ്സി ആകുന്നേ? ഇതൊക്കെ കോൺട്രവേഴ്സി ആണോ? അതല്ലേ കോൺട്രവേഴ്സി. ഡൽഹി പോലെ ട്രാഫിക് നിറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരാൻ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ. വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. അതിനുള്ള മരുന്നാണത്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വീണ്ടും മോശമായിരിക്കുകയാണ്. എന്നാ വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാം. യഥാർത്ഥ കോൺട്രവേഴ്സി എന്താണെന്ന് ഞാൻ വായിക്കാം. പറയൂ. ചണ്ഡീഗറിൽ താങ്കൾക്ക് പോസ്റ്റിംഗ് വന്ന സമയത്ത് ആദ്യമായി താങ്കൾ കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഡിസ്കോത്തെല്ലാം ക്ലോസ് ചെയ്ത് നൈറ്റ് ലൈഫ് ഒന്നും വേണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതെ, ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. കാരണം കുട്ടികൾ തെറ്റായ വഴിയിൽ പോവുകയായിരുന്നു. അതെന്താ കളിയാണോ? കുടിച്ചിട്ട് 12 മണിക്ക് ശേഷം പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്, അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നത്. പിന്നെ പോലീസ് എന്തിനാ? ഞങ്ങൾ എന്തിനാ ഉള്ളത്? അവർ 12 മണിക്ക് ശേഷം കുടിച്ചിട്ട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നെങ്കിൽ അവരുടെ മേലിൽ വെറും കേസ് മാത്രമാണോ ഇടേണ്ടത്? പിന്നെ ഞങ്ങൾ എന്തിനാ? പക്ഷെ താങ്കളുടെ ജോലി പോലീസ് ജോലിയാണോ അതോ സമൂഹത്തെ മാറ്റുന്ന ജോലിയാണോ? രണ്ടും. ഞാൻ പോലീസ് ജോലിയും ചെയ്യണം, പിന്നെ ക്രൈമിനെയും തടുക്കണം. അതേസമയം ക്രൈമിനെ എന്താണോ വളർത്തുന്നത്, അതായത് എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്താൽ പിന്നെന്തിനാണ് പോലീസ്? പോലീസ് ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് എന്ന് പറയാനാണുള്ളത്. അത് കടന്ന് നിങ്ങൾ ചെന്നാൽ പിന്നെ നേരെ തീഹാർ ജയിലാണ്. പക്ഷെ കിരൺ മേഡം, പോലീസ് ഓഫീസേഴ്സ് ധാരാളം പേരുണ്ട്. പക്ഷെ അതിൽ താങ്കൾ എവിടേക്കാണോ പോകുന്നത് അവിടെയാണ് ചർച്ചകളും ഉണ്ടാകാറുള്ളത്. അതെനിക്കും അറിയില്ല. താങ്കൾ വളരെ കാലം യുണൈറ്റഡ് നേഷനിൽ പ്രവർത്തിച്ചതിന് ശേഷം തിരിച്ചു വന്നതാണ്. ഡൽഹി ബാർ അസോസിയേഷൻ മുഖേന പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതി. ആ ലെറ്ററിന്റെ കോപ്പി എന്റെ പക്കലുണ്ട്. ഓ, വളരെ നല്ല കാര്യം. ഞാനിതുവരെ വായിച്ചില്ല. പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ ലെറ്റർ അവർ പ്രസിഡന്റിനും അതുപോലെ ഹോം മിനിസ്റ്റർ ശിവരാജ് പാട്ടീലിനും എഴുതിയതാണ്. ഇതിൽ അവർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിരൺ ബേഡിയെ ഒരു കാരണവശാലും ഡൽഹി പോലീസിലേക്ക് തിരിച്ചെടുക്കരുതെന്നാണ്. ഏത് കാരണവശാലും? ഡൽഹിയിലുള്ള ലോയർ ഇനിയും ആ കാര്യം മറന്നിട്ടില്ല. ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കിരൺ ബേഡി എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത്. അത് സീരിയസ് അല്ല. അടിച്ചത് സീരിയസ് അല്ലയോ അതോ ഇദ്ദേഹം പറഞ്ഞത് സീരിയസ് അല്ലയോ? ഞങ്ങൾ അടിച്ചില്ല. പക്ഷെ ഈ ലെറ്റർ സീരിയസ് അല്ല. അങ്ങനെ അവർ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെ വീണ്ടും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെ നല്ലവരാണ്. അവരെഴുതിയിരിക്കുന്നത് കിരൺ ബേഡി 1988 DCP ആയി പ്രവർത്തിക്കുന്ന സമയത്ത് തന്റെ അധികാരം തെറ്റായി ഉപയോഗിച്ചത് അഡ്വക്കേറ്റ്സ് ആരും മറന്നിട്ടില്ല. 88 സംഭവിച്ച കാര്യം അവർ ഇപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. ഒരു കോർപ്പറേഷൻ കൗൺസിലറോടൊപ്പം ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കോടതിയിൽ വെച്ച് വക്കീലന്മാരെ ആക്രമിച്ചത് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംഭവമാണെന്ന്. അവർ മിസ്യൂസിംഗ് എന്ന് എഴുതിയിരിക്കുന്നു. ശരിക്കും യൂസിംഗ് എന്ന് എഴുതിയിരിക്കണം. തെറ്റിപ്പോയതായിരിക്കും. അവർ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. കിരൺ ബേഡി ഉത്തരവിട്ട ക്രൂരമായ ലത്തിച്ചാർജിനെതിരായിട്ടാണ് ജനങ്ങൾ അവിടെ പോരാട്ടം നടത്തിയെന്നാണ് പറയുന്നത്. അതിന് പൂർണ്ണമായും ഒരു വിചാരണ ആവശ്യമാണെന്നാണ് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞതെന്നും ആ സംഭവം ഇപ്പോഴും വക്കീലന്മാർ മറന്നിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, വദ്വ കമ്മീഷന്റെ എതിർപ്പ് മറികടന്ന് കിരൺ ബേഡിയെ
പോലീസ് കമ്മീഷണറായിട്ട് വീണ്ടും നിയമിക്കാൻ ഉത്തരവിടുകയാണെങ്കിൽ കലാപം നടക്കുമെന്ന് ഞങ്ങളിപ്പോൾ വാണിംഗ് തരികയാണ്. താങ്കൾ വന്നാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. സാരമില്ല, ഡൽഹി പോലീസ് വലിയ ഫോഴ്സാണ്, അവര് നോക്കിക്കോളും. അതിൽ ഒരു തെറ്റായ ഇന്റൻഷനുമില്ല, അതെന്റെ ഡ്യൂട്ടിയാണ്. ഓരോ ഡ്യൂട്ടിക്കും 2 വശങ്ങളുണ്ട്. അതിനെ നിങ്ങൾ യൂസ് എന്നും പറയാം, അല്ലെങ്കിൽ മിസ്യൂസ് എന്നും പറയാം. ഒരു നാണയത്തിന്റെ 2 മുഖങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞതും അടുത്ത ഡ്യൂട്ടിയിലേക്ക് ചെല്ലും. അവരെന്തിനാ ഞങ്ങളെ നിർത്തുന്നത്? പക്ഷെ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, താങ്കൾ ഇവിടേക്ക് വരികയാണെങ്കിൽ താങ്കളെ എതിർക്കുമെന്ന് ഹോം മിനിസ്റ്ററിന്റെ അടുത്ത് അനുവാദവും അവർ ചോദിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പരാതി നൽകാൻ വേണ്ടി. അപ്പോൾ ഹോം മിനിസ്റ്റർ സാർ വളരെ ബിസി ആയിരിക്കുമെന്ന് തോന്നുന്നു. അത് അത്ര സീരിയസ് ആയ കാര്യമല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ കാരണം കൊണ്ടാണ് താങ്കളുടെ പോസ്റ്റിംഗ് നിന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഇല്ല, അതുകൊണ്ടല്ല, ഞാൻ ലീവിലാണ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം എഴുതുകയാണ്. ഞാൻ ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് ഡ്രോപ്പ് എഴുതി കഴിഞ്ഞു. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. എല്ലാരും അതിനെക്കുറിച്ച് സംസാരിക്കും. 10 വർഷത്തിന് ശേഷം ആപ്കെ അദാലത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. 12 വർഷം കഴിഞ്ഞു ഞാൻ ഇവിടേക്ക് വന്നതുപോലെ ഞാൻ വീണ്ടും ഒക്ടോബറിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്റെ പോസ്റ്റിംഗിനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. ഞാൻ അക്കാഡമിയിൽ ലീവ് ചോദിച്ചതുകൊണ്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ എന്റെ ബുക്ക് എഴുതാൻ വേണ്ടി ഞാൻ എന്റെ യുണൈറ്റഡ് നേഷനിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും എന്റെ എല്ലാ ചർച്ച സംബന്ധമായ അനുഭവങ്ങളെക്കുറിച്ചും. അപ്പോൾ താങ്കൾ അംഗീകരിക്കുന്നുണ്ട് ചർച്ചകളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ജഡ്ജിന്റെ മുൻപിൽ എന്നെ കുറ്റവാളിയായി നിങ്ങൾ നിർത്തും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പേര് കിരൺ ബേഡി എന്നുള്ളതിന് പകരം കോൺട്രവേഴ്സി ബേഡി എന്നാക്കും. നിങ്ങളെന്തിനാ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കുന്നത്? അങ്ങ് രജിത് ശർമ്മയാണ്. നിങ്ങൾ ശരിക്കും അവരെ പോലെയല്ല. എന്റെ പേര് മാറ്റാൻ. പക്ഷേ താങ്കൾക്ക് ഓർമ്മയുണ്ടോ 1988 നടന്ന ആ പ്രശ്നത്തിൽ വദ്വ കമ്മീഷൻ താങ്കളാണ് ഉത്തരവാദി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ വദ്വ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും. അവർ എന്നെ മാത്രമല്ല എല്ലാരെയും കുറ്റവാളിയായി നിർണയിച്ചിരിക്കുന്നത്, എല്ലാരെയും തന്നെ. അതിനുശേഷം അവർ നൽകിയ റെക്കമെൻഡേഷൻസ് എല്ലാം, അതായത് അത് ഇംപ്ലിമെന്റ് ആയോ അക്സെപ്റ്റ് ആയോ എനിക്കറിയില്ല. ആ ഇംപ്ലിമെന്റ് ഇപ്പോഴും സ്റ്റേറ്റസിലാണ് നിൽക്കുന്നത്. സർക്കാർ അതിനെ അതേ അവസ്ഥയിൽ അങ്ങനെ വിട്ടെന്ന് വേണം പറയാൻ. അവർ എല്ലാവർക്കും അതിൽ പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ ആരും കുറ്റവാളിയല്ല. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ കാര്യം പറയൂ. താങ്കൾ വീണ്ടും ഡൽഹി പോലീസിലേക്ക് പോവുകയാണെങ്കിൽ, വീണ്ടും താങ്കൾക്കൊരു സന്ദർഭം ലഭിക്കുകയാണെങ്കിൽ 88 ചെയ്തതുപോലെ തന്നെ താങ്കൾ വീണ്ടും ചെയ്യുമോ, അതോ ഇപ്പോൾ താങ്കൾ മാറിയോ? ഇല്ല, ഒരുപാട് വർഷങ്ങളായി. ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. ഒപ്പം ട്രെയിനിങ് ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സോ ഒരുപാട് എക്സ്പീരിയൻസ് കൂടി കാണും. താങ്കൾക്ക് ഈ കാര്യം പറയാൻ സാധിക്കുമോ? കിരൺ ബേഡി വന്ന സമയത്ത് ടെറർ, ജനങ്ങളുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാകാറുണ്ട്. ആ പേടി ഇപ്പോഴും ജനങ്ങൾക്ക് കാണുമോ? എന്തിനാ പേടി? പേടിക്കുന്നത് എന്തിനാ? ചിലർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടി, ചിലർക്ക് അടിക്കുമെന്നുള്ളൊരു പേടി. തീർച്ചയായും വണ്ടികളെയൊക്കെ പൊക്കും തെറ്റായി പാർക്ക് ചെയ്താൽ. ഇപ്പോഴും എടുക്കുന്നുണ്ട്, ഇനിയും എടുക്കുന്നതാണ്. അതുപോലെ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ ജയിലിലേക്ക് പോകും. അവൻ ജയിലിലേക്ക് ചെന്നിട്ട് തിരികെ വന്നതിന് ശേഷം അവനെ ശരിയാക്കുന്ന പ്രവൃത്തിയും ചെയ്യും. ഇതാണ് എന്റെ പുതിയ എക്സ്പീരിയൻസ്. ഇതിനു മുൻപേ അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. ഇപ്പോൾ അത് തോന്നുന്നുണ്ട്. കുറച്ച് ചേഞ്ചസും വന്നിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങളുമുണ്ട്, അതേസമയം തുടർച്ചയുമുണ്ട്. താങ്കളുടെ കഴിവിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. പോലീസിൽ നിന്ന് എപ്പോഴും എന്തുകൊണ്ട് ഒരു പേര് മാത്രം കേൾക്കുന്നത്? കിരൺ ബേഡി എന്ന പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ പേരൊക്കെ എവിടെ? ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്താഗതി എന്തുകൊണ്ടാണ് കൂടുതൽ പോലീസുകാരിൽ ഇല്ലാത്തത്? അത് കുറ്റവാളികളെ പരിവർത്തനം ചെയ്യുന്നതിലാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാറ് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തോണ്ട് പോകുന്നതിലാണെങ്കിലും വേറെ പോലീസുകാരൊന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്? പോലീസ് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് എന്നും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും തോന്നുന്നില്ല. മറ്റുള്ളവർ എന്തുകൊണ്ടാണ് താങ്കളെപ്പോലെ ജോലി ചെയ്യുന്നെന്നുള്ള ഉത്തരം താങ്കൾ പറഞ്ഞാൽ മതിയോ? ബാക്കിയുള്ളവരെയും ഇവിടേക്ക് വിളിക്കൂ, വിളിച്ച് ചോദിക്കൂ. ഞാനെങ്ങനെയാ മറുപടി പറയുക? ഒരു കാര്യം ഞാൻ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നു. അതായത് പോലീസ് സർവീസിൽ ഉണ്ടെങ്കിലും ശരി, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാരെയും അവർ ശ്രദ്ധിക്കും. ഓരോരുത്തരുടെ ക്യാരക്ടർ, അവരുടെ പ്രത്യേക കഴിവിനെ വെച്ചും അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ കാഴ്ചപ്പാടും അവർ ചിന്തിക്കുന്ന രീതിയും ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. ചിലർ നന്നായി ജോലി ചെയ്യും, പക്ഷെ അത് പുറത്തറിയില്ല. എന്റെ ജോലി എല്ലാരും അറിഞ്ഞിരിക്കാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. സത്യം പറയണമെങ്കിൽ എന്നെക്കാളും ഒരുപാട് കഴിവുള്ള അധികാരികൾ, അതുപോലെ നമ്മുടെ മുൻപിലായി ഇരിക്കുന്ന ജഡ്ജ് സാറും ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ കഴിവുള്ള പ്രവൃത്തികൾ ഒരുപക്ഷെ പുറത്തറിയാതെ പോയിരിക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കാരണമെന്ന്. പക്ഷേ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അപ്രോച്ചും വ്യത്യാസമായിരിക്കും. സോ മേ ബി ഇതും ഒരു കാരണമായിരിക്കാം. അവരുടെ കഴിവ് നിങ്ങൾക്ക് അറിയാതെ പോയിരിക്കാം. ഇതിൽ എന്റെ ഫാൾട്ട് ഒന്നുമില്ല. തെറ്റൊക്കെ മീഡിയയുടേതാണ്. അവരാണ് ഇതൊക്കെ വെളിച്ചമായിട്ട് കാണിക്കേണ്ടത്. കിരൺ മേഡം, താങ്കളുടെ പ്രവൃത്തികൾ മാത്രം വെളിച്ചത്തിലേക്ക് വരുന്നു, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ എന്തുകൊണ്ട് വെളിച്ചത്തിലേക്ക് വരില്ലെന്നുള്ള ഒരു കുറ്റാരോപണം എന്റെ പക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം കിരൺ ബേഡിയോടുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും.
ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഓഫീസറായ കിരൺ ബേഡിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കിരൺ ബേഡിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. കിരൺ മേഡം, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് താങ്കൾ വെളിച്ചത്തിലേക്ക് വരുന്നു, മറ്റുള്ളവർ വരുന്നില്ലെന്നുള്ളതാണ്. ഏതൊരു IAS ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലും അവർ പറയുന്ന ഏറ്റവും വലിയ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ കിരൺ ബേഡി ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലെന്നാണ്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ താങ്കൾ ഈ കുറ്റാരോപണം അംഗീകരിക്കുന്നുണ്ടോ? അതെ, അംഗീകരിക്കുന്നു. അതുപോലെ എന്റെ ജഡ്ജി സാറും അംഗീകരിക്കും. കാരണം അദ്ദേഹം എന്റെ സീനിയർ ഓഫീസർ ആയിരുന്നു. ചില സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കില്ല. പക്ഷേ നല്ല കാര്യം എന്താണെന്നാൽ ഒരുപക്ഷെ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിക്കും. ഞാൻ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നില്ലെന്ന്, ഞാൻ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ലെന്നാൽ നിങ്ങൾ എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കൂ. ഞാൻ റോട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയാവൂ. അവിടുത്തെ ടെമ്പറേച്ചർ എന്താണെന്ന് എനിക്ക് അറിയാവൂ. ഒന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, അല്ലെങ്കിൽ എന്റെ ഒപ്പം എന്റെ കൂടെ വന്ന് നിൽക്കൂ. എന്നാലേ മനസ്സിലാകുന്നു പറയൂ, അപ്പൊ സമ്മതിക്കും. പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് സ്ഥിരമായിട്ട് ഒരിടത്തും ഇരിക്കാൻ സാധിക്കുന്നില്ല. അതല്ലേ ഇപ്പോഴും നടക്കുന്നത്? അതെ. മിസോറാമിൽ 1999 രായ്ക്ക് രാമാനൻ താങ്കൾ ബാഗ് എടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നു. ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നെന്നാൽ ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ലാ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ മോശമായേനെ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നെന്നാൽ ചിലരൊക്കെ എന്റെ വീട് കത്തിച്ചു കളയുന്നതിനെ പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അവിടെയുള്ള DIG റേഞ്ചാണ്. DIG ആയുള്ള ഒരാളുടെ വീട് തന്നെ കത്തിച്ചാൽ, കാരണം ഞാനൊരു DIG, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അതായത് ഞങ്ങൾ എന്താ ഇവിടെ കായിക മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപക്ഷെ പോവുകയാണെങ്കിൽ ആ വീട് രക്ഷപ്പെടും, ആ തെരുവിന്റെ സമാധാനം തിരികെ കിട്ടും, എക്സെട്രാ എക്സെട്രാ. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഞാനൊന്ന് ചിന്തിച്ച് അവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ആ സീനിൽ നിന്നും പുറത്തു വന്നാലേ സിറ്റുവേഷൻ നോർമൽ ആകുമെന്ന് തോന്നി. കിരൺ മേഡം, അത്രത്തോളം തീവ്രമായിട്ട് താങ്കളുടെ മനസ്സിൽ എന്താ ഉള്ളത്? താങ്കൾ എവിടെ പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ട സാഹചര്യമാണ്. താങ്കളുടെ ബുക്കിൽ താങ്കൾ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. താങ്കൾക്ക് തിഹാർ ജയിലിൽ പോസ്റ്റിംഗ് ലഭിച്ചപ്പോൾ അവിടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കാറില്ല. ഏതോ പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണ് തോന്നുന്നത്. അതെ, അത് നേരാണ്. ജയിൽ പോസ്റ്റിംഗിന് യാതൊരു പോലീസ് ഓഫീസറും എനിക്കറിഞ്ഞ് ഇതുവരെ പോകാൻ അവർ ആഗ്രഹിക്കില്ല. ഒരു നോർമൽ പോലീസിനെ പോലെ അല്ലാതെ അവിടെ ഭയങ്കരമായൊരു പോലീസായിരിക്കണം. അതുകൊണ്ട് അവിടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. പോയാലും നീണ്ടു നിൽക്കില്ല. രണ്ട് രീതിയിലുള്ളവരെ അവിടെ നിൽക്കൂ. ഒരുവിധം എന്താണെന്നാൽ ഡൽഹിയിൽ തന്നെ കഴിയണമെന്ന് വിചാരിക്കുന്നവർ, കാരണം അവർ ഡൽഹി വിട്ട് വേറെ എവിടേക്കും പോകരുതെന്ന് ആഗ്രഹിക്കും. രണ്ടാമത്തത്, അവിടെ ഇരിക്കാനേ പാടില്ലെന്ന് കരുതുന്നവർ വേറെ എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ഇരിക്കണമെന്ന് കരുതും. അവിടെ ചീഫ് മിനിസ്റ്റർ കാണും, ഹോം സെക്രട്ടറി കാണും, ചീഫ് സെക്രട്ടറി കാണും അവരോടൊപ്പം. പക്ഷെ അവിടേക്ക് പോകണമെന്ന് കരുതില്ല. ഒരുപക്ഷെ അവർക്ക് ആരുടെയെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ച് അവർ പോസ്റ്റിംഗ് മാറ്റും. സോ ഇതാണ് സത്യം. അവിടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ ഇക്കാര്യം സത്യമാണോ? ആരും പോകാത്ത ഒരു സ്ഥലത്തേക്ക് താങ്കൾ പോകാൻ വേണ്ടി 9 മാസം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത്? അതെ, അതും നേരാണ്. ഹോം മിനിസ്റ്റർ താങ്കൾക്ക് ഒരു പോസ്റ്റിംഗും നൽകാതിരുന്നു. അപ്പോൾ ഹോം മിനിസ്ട്രി വളരെ ബിസിയാണ്. അതിന് ഒരുപാട് സമയമെടുക്കും. അവർ ബിസിയായിരുന്നു. മാത്രമല്ല ഞാൻ അത്ര ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ല. ഭാഗ്യം 9 മാസം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ആ 9 മാസത്തിൽ ഞാൻ ജയിൽ നിർവാഹം മനസ്സിലാക്കി. ഒരുപക്ഷെ ഹോം മിനിസ്റ്റർ താങ്കൾക്കൊരു ശിക്ഷ നൽകുന്നത് പോലുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി കാത്തിരുന്നതായിരിക്കും. ചിന്തിക്കാൻ സമയമില്ല. അതായത് 9 മാസത്തിനു ശേഷം സർക്കാരിന്റെ അക്കൗണ്ട്സിൽ നിന്നും നേരിട്ട് തന്നെ ചോദിച്ചോ ഇവർക്ക് എന്തിനാണ് വെറുതെ സാലറി നൽകുന്നതെന്ന്. തീർച്ചയായും ഇവർക്ക് പണി നൽകണമെന്ന്. ആ സമയത്ത് ജയിൽ മാത്രമാണ് കാലിയായിരുന്നത്, അവിടെ എടുത്തിട്ടു. കിരൺ മേഡം, സത്യം എന്താണെന്ന് വെച്ചാൽ ഡൽഹി പോലീസിൽ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവർ മനഃപൂർവ്വമാണ് താങ്കൾക്ക് ഒരു പോസ്റ്റിംഗും നൽകാതിരുന്നത്. അത് നേരാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില അധികാരികൾ അവിടെ തന്നെ തുടർന്നിരിക്കണമെന്ന് കരുതി. കാരണം അവിടെ നിന്നും അവർ പോകാൻ ആഗ്രഹിച്ചില്ല. അതിൽ ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ഒരു മത്സരവുമില്ല. അവരെ മാറ്റി നിർത്തുന്ന അളവിന് എന്റെ കൈവശം ഒരു ശക്തിയുമില്ല. അതുപോലെ അവരെ മാറ്റാൻ ഞാൻ ഒരു ശക്തിയും പ്രയോഗിക്കില്ല. ആരെവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ വിടും. അതുകൊണ്ട് ഞാൻ സമാധാനമായി കാത്തിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കൾ എവിടേക്ക് പോയാലും ശരി അവിടെയുള്ള IAS ഓഫീസർമാരുമായിട്ട് എന്തായാലും യുദ്ധം നടക്കും. നിങ്ങൾ എവിടെ വരുന്നത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി അടുത്ത് എന്താണെന്ന്. മേഡം, ചണ്ഡീഗഡിൽ സംഭവിച്ചത് ഞാൻ താങ്കളോട് പറയാം. ഇതാണ് ചോദിക്കാമെന്ന് എനിക്കറിയാം. 41 ദിവസത്തിനുള്ളിൽ തിരിച്ച് ഡൽഹിയിലേക്ക് താങ്കൾക്ക് വരേണ്ടി വന്നു. കാരണം താങ്കൾ ഫൈറ്റ് ചെയ്തത് ഹോം സെക്രട്ടറിയോടാണ്. യെസ്, ശരിക്കും അതൊരു ഫൈറ്റാണ്. എനിക്കറിഞ്ഞ് ശരിക്കുമുള്ള ഫൈറ്റാണെന്നാൽ അതാണ്. കാരണം അദ്ദേഹം 15 ദിവസത്തിനകം തന്നെ, ഞാൻ 15 ദിവസത്തിനകം ചണ്ഡീഗറിലേക്ക് പോയതും തന്നെ 15 ദിവസത്തിൽ തന്നെ 10 വർഷത്തിന്റെ എൻക്വയറി ബേസായി വെച്ചുകൊണ്ട് ഒരേ സമയത്ത് അദ്ദേഹം എന്റെ 3 സീനിയേഴ്സ് ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ എന്നോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല.
കാരണം ഞാൻ അവിടേക്ക് പുതിയതാണ്, എനിക്കൊന്നും തന്നെ അറിയില്ല. എനിക്ക് അധികം ഒരു ധൈര്യം പോലും നൽകിയില്ല. ചണ്ഡീഗഡ് ഒരു ചെറിയ പോലീസ് നിർവാഹമാണ്. പെട്ടെന്ന് തന്നെ 3 സീനിയർ ഓഫീസറിനെ സസ്പെൻഡ് ചെയ്ത് അത് ആദ്യം ന്യൂസ് പേപ്പറിലാണ് വന്നത് അവർ സസ്പെൻഡ് ആയെന്നുള്ള കാര്യം. ഒരു IG ആയിട്ട് പോലും എനിക്ക് അതിനുശേഷം അറിയാവൂ. അതും എങ്ങനെ? സസ്പെൻഡ് ആയവർ വന്ന് എന്നോട് പറഞ്ഞു, മേഡം ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്ന്. ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്ന്? എന്നോടും പറയണം, കാരണം ഞാൻ ഇവിടുത്തെ IG ആണ് ഈ ഫോഴ്സിൽ. 5000 പോലീസിന് ഞാൻ ലീഡ് ചെയ്യുകയാണ്. അല്ല മേഡം ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർഡർ വന്നില്ല എന്ന്. അവര് പറഞ്ഞു ഇനിയാണ് നിങ്ങൾക്ക് ഓർഡർ വരിക എന്ന്. ആദ്യം ന്യൂസ് പേപ്പറിൽ വന്നു, അതിനുശേഷമാണ് എനിക്കറിഞ്ഞത്. അതെനിക്ക് അംഗീകരിക്കാനായില്ല, ഒട്ടുമായില്ല. ശരിക്കും അത് തെറ്റാണ്. അത് സഹിക്കാൻ പറ്റാത്ത ജനങ്ങൾ താങ്കൾക്ക് വേണ്ടി റോഡിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അത് സത്യമല്ല. നടന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത് നേരല്ല. ഞാൻ ഒരു പ്രക്ഷോഭവും നടത്തില്ല. എനിക്കതിൽ ഇൻട്രസ്റ്റുമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അവിടെ നടന്നത് ശരിക്കും നിയമലംഘനമാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഞാനൊരു ഇൻസ്പെക്ടർ ജനറലായിട്ട് എന്റെ ഓരോ കഷ്ടമായ ജോലികളും മേലുദ്യോഗസ്ഥരോട് ഞാൻ പറയുന്നു. അങ്ങനെയിരിക്കെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? പക്ഷേ താങ്കൾക്കൊരു അനീതി സംഭവിച്ചപ്പോൾ താങ്കൾക്ക് വേണ്ടി ആരാണ് വന്നത്? ആ ദൈവം തന്നെയാ. ദൈവമുണ്ട്, എന്റെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ട് എന്നോടൊപ്പം. എല്ലാരും ഒരേപോലെ ഇരിക്കണമെന്ന് ആവശ്യമില്ല. എനിക്ക് നല്ല അധികാരികളെയും കിട്ടി. വേദ് മാർവ സാർ വന്നു, കൗശൽ സാർ ഇവിടെ ഇരിക്കുന്നു, ഗൗതം കാൾ സാർ വന്നു, PR രാജഗോപാൽ സാർ വന്നു, JN ചതുർവേദി സാർ വന്നു, പിന്നെ RK അജയ്രാജ് ശർമ്മ സാർ വന്നു. അതായത് എത്ര നല്ല താങ്കൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഓഫീസേഴ്സ്. ഉദ്യോഗസ്ഥന്മാരുടെ പേരാണ് പറയുന്നത്. പക്ഷേ ബിൽ ക്ലിന്റൺ താങ്കളെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ച സമയത്ത് അത് എതിർത്ത ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അത് നോക്കിയാൽ പോലീസ് ഓഫീസേഴ്സ് അല്ല തടഞ്ഞത്, വേറൊരാളാണ് തടഞ്ഞത്. അത് ആരാണ്? IAS ഓഫീസറാണോ? IAS ഓഫീസർ അത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഒരുപക്ഷെ താങ്കൾ പേര് പറയാതെ രക്ഷപ്പെടാമെന്ന് നോക്കുകയാണോ? അങ്ങനെയൊന്നുമല്ല. ഒരാൾ ഇല്ലാത്തപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഇത് ആവശ്യമില്ലാത്ത കാര്യം, പോകേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയില്ല. പക്ഷേ ഈ കാര്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് IAS ഓഫീസേഴ്സിനും IPS ഓഫീസേഴ്സിനും നടുവിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. IAS IPS ഉദ്യോഗസ്ഥന്മാരെ മുന്നേറാൻ വിടുകയേയില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രണ്ടുപേരുടെ കാഴ്ചപ്പാടും വ്യത്യാസമായിരിക്കും. അത് സത്യമാണ്. അതായത് ഞങ്ങളുടെ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും കാണും. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സിനോടൊപ്പം വളരെ ക്ലോസ് ആയി ജോലി ചെയ്യും. എപ്പോഴും ഞങ്ങളൊരു ഡിറ്റാച്ച് വ്യൂവിലായിരിക്കും. അവർ ഓഫീസിലിരുന്നാണ് ജോലി ചെയ്യുക. ഞങ്ങൾക്കറിഞ്ഞ അളവിന് അവർക്ക് ഫീൽഡിനെ കുറിച്ച് അറിയില്ലായിരിക്കും. സോ നാച്ചുറലി 2 കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തീർച്ചയായും പ്രശ്നം വരും. നടക്കുന്നുമുണ്ട്, അല്ലായുമായിരിക്കാം. സോ ഇത് രണ്ടിനും സാധ്യതയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത് രണ്ടും തന്നെ നടന്നിട്ടുണ്ട്. അതായത് താങ്കൾ ഏത് പോസ്റ്റിംഗിലേക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓരോ പോസ്റ്റിംഗിലും താങ്കളെ ആരെങ്കിലുമൊക്കെ തടയാറുണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്ത് താങ്കൾ എങ്ങനെയാണ് വരുന്നത്? ദൈവസഹായം കൊണ്ട്. ഒന്ന് നന്നായി ഓർമ്മ വെച്ചോളൂ, നമ്മൾ എപ്പോഴും കസേരയിൽ തന്നെ ഇരിക്കണമെന്ന് കരുതാതിരുന്നാൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. എനിക്കെപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് കസേര തീരെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ അതിനെ കെട്ടിവെക്കുകയാണ്. എനിക്ക് കസേരയിൽ നിന്ന് ദൂരെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. സോ അതായത് നമ്മൾ ഒരേ കാര്യത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്ന് കരുതിയാൽ പറയണമെങ്കിൽ അത് വളരെ കഷ്ടമാണ്. പറ്റിപ്പിടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പുറകെ വരും. നിങ്ങൾ ഇതിലൊന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലത്തെ കുറ്റാരോപണത്തിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ പക്കലുണ്ട്. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ജനങ്ങളുടെ വിചാരണ തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സൂപ്പർ കോപ്പായ കിരൺ ബേഡിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കിരൺ ബേഡിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ സ്വയം പുകഴ്ത്തുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. കിരൺ മാഡം, ഈ അസൂയയും വഴക്കുകളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാ മീഡിയ അത്രത്തോളം താങ്കളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കാണെങ്കിലും കുറച്ച് അസൂയ വരില്ലേ? എനിക്കെന്ത് ചെയ്യാനാകും? വാട്ട് ക്യാൻ ഐ ഡു? അതെല്ലാം ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ എന്റെ വളർച്ചയെ നോക്കി ഓടുന്നവളായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ ഒരു മെഡൽ കൂടി ഉണ്ടായിരുന്നേനെ. അത് ഞാൻ വാങ്ങിയില്ല. അതിന്റെ പേര് ഏഷ്യൻ ജ്യോതി. ഏഷ്യൻ ഗെയിംസിന് ശേഷം 1982 ഏഷ്യൻ ഗെയിംസിന് ശേഷം അപ്പോൾ ട്രാഫിക് മാനേജ്മെന്റ് വളരെ നന്നായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റേത് ഒരു പ്രശ്നവും വന്നില്ല. എല്ലാരും സുരക്ഷിതമായി വീട്ടിൽ ചെന്നെത്തി. ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു ജാംസും ഉണ്ടായില്ല. അതുപോലെ രാജീവ് ഗാന്ധി സാറും പാർക്കിംഗ് ലേബിൾ ചോദിച്ചു വാങ്ങിയിരുന്നു. എന്തിനു വാങ്ങിയെന്നാൽ അദ്ദേഹവും ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടി. ശരിക്കും പറയണമെങ്കിൽ എല്ലാരും നിയമങ്ങൾ പാലിച്ചു.
പിന്നെ അതിനെക്കുറിച്ച് മീഡിയയിലൊക്കെ എഴുതപ്പെട്ടു, അതായത് ട്രാഫിക് റൂൾസ് വാർ എക്സലന്റ് എന്ന്. സോ ഞങ്ങൾ എല്ലാവർക്കും മെഡൽ നൽകാനായി വിളിച്ചു. സോ വന്ന് വാങ്ങിക്കോളൂ എന്ന്. അവർ അപ്പോൾ എന്നെയും വിളിച്ചു മെഡൽ നൽകാനായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ മെഡൽ എനിക്കുള്ളതാണോ അല്ല ട്രാഫിക് യൂണിറ്റിൻ്റെതാണെന്ന്. അപ്പൊ അവർ പറഞ്ഞു അത് നിങ്ങൾക്കുള്ളതാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. കാരണം അത് ഒരാളുടെ അധ്വാനമല്ല, കോടിക്കണക്കിന് ആളുകളുടെ അധ്വാനമാണ്. അതുകൊണ്ട് എനിക്ക് ഈ മെഡൽ വേണ്ട. ഒരുപക്ഷെ നിങ്ങളിത് തരുന്നതായിരുന്നാൽ ട്രാഫിക് യൂണിയന് മുഴുവനായി കൊടുക്കൂന്ന് പറഞ്ഞു. ഒപ്പം എല്ലാ ഹോം ഗാർഡ്സിനും കൊടുക്കെന്ന് പറഞ്ഞു. അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കൂ. പാവം അവർ റോട്ടിൽ നിന്ന് പണിയെടുത്തു. എനിക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് ചെന്ന് മെഡൽ വാങ്ങുമായിരുന്നല്ലോ. ഞാനത് വാങ്ങിയില്ല. താങ്കൾ തിഹാർ ജയിലിലേക്ക് പോയ സമയത്ത് താങ്കൾ കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സൂയിലേക്ക് വന്നതുപോലെ തോന്നുന്നു എന്നുള്ളതാണ്. നേരാണോ? അവിടുത്തെ സാഹചര്യം അത്രത്തോളം മോശമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് മുൻപ് അവിടെ പ്രവർത്തിച്ച ഓഫീസേഴ്സിന്റെ പ്രവർത്തികളെ താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ചോദ്യചിഹ്നമായി മാറ്റിയിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ ഒരു ജോലിയും ചെയ്തില്ല. അതാണ് സത്യം. നേര് പറയണമെങ്കിൽ ഞാൻ അവിടെ വളരെ പൊളൈറ്റായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് പോലും അയച്ചില്ല ഞാൻ അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ അവിടെയുള്ള സിറ്റുവേഷൻ ശരിയാക്കാനാണ് നോക്കിയത്. ആർക്കെതിരായി ഞാൻ ഒന്നും തന്നെ എഴുതിയില്ല. ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടെന്നുള്ള കാര്യങ്ങൾ. അവിടെ ഒന്നും തന്നെ ശരിയില്ലായിരുന്നു. കാരണം ആദ്യമായി ഞാൻ തീഹാർ ജയിലിലേക്ക് പെട്രോൾ പോയപ്പോൾ അതൊരു സൂ പോലെയായിരുന്നു. അവിടെ എല്ലാ രീതിയിലുള്ള ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. ചില മൃഗങ്ങളെപ്പോലെ, പട്ടികളെപ്പോലെ എല്ലാ രീതിയിലുള്ള ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇത്? ഇവരൊക്കെ എന്താ ഉറങ്ങാതിരിക്കുന്നത്? രാത്രിയാകുമ്പോൾ ഇവരൊക്കെ ഉറങ്ങാതിരിക്കുമെന്ന് ഞാൻ ഒട്ടും ചിന്തിച്ചു പോലും നോക്കിയില്ല. പൊതുവായി നമ്മൾ രാത്രി സമയങ്ങളിൽ ഉറങ്ങും, പക്ഷെ ജയിലിലുള്ള ആരും തന്നെ ഉറങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഓഫീസറോട് ചോദിച്ചു, ഇവരൊക്കെ എന്തുകൊണ്ടാ ഉറങ്ങാത്തതെന്ന്. അവർ പറയുന്നു ഇവരെങ്ങനെ ഉറങ്ങുമെന്ന്. അവർ പകൽ മുഴുവൻ ഉറങ്ങാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് ലഹരി വസ്തു? അവർ പറഞ്ഞു എല്ലാ രീതിയിലുള്ളതും. നിങ്ങൾ എന്തു കൊടുത്താലും അത് ലഹരിയായി ഉപയോഗിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, അങ്ങനെ എന്ത് ലഹരിയാണെന്ന്. അതായത് അവർ കിട്ടുന്ന ലഹരി വസ്തു ഉപയോഗിച്ച് ലഹരി കയറ്റുമെന്ന്. ഒരുപക്ഷെ ലഹരി വസ്തു കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യത്തിൽ അവരെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കില്ല, മറ്റുള്ളവരെയും ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന്. ഒരു വശത്ത് ലഹരി വസ്തു കിട്ടാത്തവർ മറുവശത്ത് അവർക്ക് കിട്ടിയ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമയ്ക്കുള്ള മരുന്നുണ്ടെങ്കിൽ അതും കുടിക്കുന്നു. അതായത് ഡോക്ടർ മരുന്നായി കൊടുക്കുന്നതും അവർ വാരി കഴിക്കുന്നു. അതും ഒരു രീതിയിൽ ലഹരിയാണ്. അതായത് ഓരോരുത്തർ ലഹരി ഉള്ളതുകൊണ്ടും നിലവിളിക്കുന്നു, മറ്റുള്ളവർ ലഹരി കിട്ടാത്തതുകൊണ്ടും നിലവിളിക്കുന്നു. ഞാൻ കരുതി നമ്മൾ എവിടെയാണ് വന്ന് കുടുങ്ങിയതെന്ന്. എനിക്കത് വിശ്വസിക്കാനായില്ല. ഇവരൊക്കെ നന്നായി എന്നെങ്കിലും ഉറങ്ങുമെന്ന് എനിക്കതിലൊട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ശരിക്കും കുടുങ്ങിയത് തന്നെ. എന്റെ അവസ്ഥ ഇതോടെ മോശമാകും, ഇനി രക്ഷയില്ലെന്ന് കരുതി. പക്ഷേ ഞാനെന്റെ വിശ്വാസം വെടിഞ്ഞില്ല. ഞങ്ങൾ പതുക്കെ പതുക്കെ പണി തുടങ്ങി. ഒരു മുഴുവനായുള്ള മാറ്റം കൊണ്ടുവരാൻ തുടങ്ങി. ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് കൺട്രോൾ ചെയ്ത് കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി. അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പകൽ സമയത്ത് ഉറങ്ങാതെ നോക്കി. ആരെയും ഉറങ്ങാൻ സമ്മതിച്ചില്ല. ചിലരെ പഠിപ്പിച്ചു, ചിലരെ പ്രാർത്ഥനകൾ ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ പതുക്കെ പതുക്കെ സിറ്റുവേഷൻ മാറി. അവരും ഉറങ്ങാനൊക്കെ തുടങ്ങി. സോ പോയിന്റ് ഈസ്, സൂ തന്നെയാ അത്. സൂ ആയിരുന്നു അത്. അവിടേക്ക് അഴുക്ക് പിടിച്ചിരുന്നു. ഭയങ്കര സ്മെല്ല്. എവിടെ നോക്കിയാലും കുപ്പ. ഒരുപാട് മാസങ്ങളായി അതൊന്നും വൃത്തിയാക്കിയില്ല. റൊട്ടിയിലൊക്കെ പുഴുക്കളായിരുന്നു. ഇതൊക്കെ ശരിക്കും സത്യമാണ്. കാരണം ഞാൻ ആദ്യമായി പെറ്റീഷൻ ബോക്സ് തുടങ്ങിയപ്പോൾ ആ മൊബൈൽ പെറ്റീഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ എഴുതിയിടാൻ പറഞ്ഞു. ഇപ്പോഴും എന്റെ കയ്യിൽ ആ ലെറ്റേഴ്സ് ഉണ്ട്. അതിലെന്ത് എഴുതിയിരുന്നെന്നാൽ ഞങ്ങളുടെ ആഹാരത്തിൽ പുഴുക്കളുണ്ടെന്ന്. അഴുക്കുള്ള വെള്ളത്തിലാണ് എല്ലാം കഴുകുക, അതേ വെള്ളത്തിലാണ് ആഹാരം ചെയ്യുക. ഞാൻ എന്തു പറയാനാ, ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ മുഴുവനായി എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതുന്ന ആ ബുക്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്നാൽ അവർ സന്തോഷിക്കണം. മറ്റൊരു വലിയ കോൺട്രവേഴ്സിയായി മാറിയിരിക്കും. ഞാനത് എല്ലാം റിപ്പോർട്ടായി എഴുതി അത് ഗവൺമെന്റിന് അയച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെങ്കിൽ. പക്ഷെ ഞാൻ അങ്ങനെ എഴുതുകയോ ഒന്നും ചെയ്യുകയോ ചെയ്തില്ല. എല്ലാം ശരിയാക്കി വൃത്തിയാക്കാനാണ് നോക്കിയത് ഞാൻ. അതായത് പഴയ പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുതിയ പുതിയ സിൽവർ പാത്രങ്ങൾ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങി. അതായത് പറയണമെങ്കിൽ സ്റ്റീൽ അതോറിറ്റിയിൽ നിന്നും ഇതുപോലുള്ള പുതിയ പുതിയ ഭംഗിയുള്ള പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. പുതിയ പാത്രങ്ങൾ വന്നു. ആഹാരമൊക്കെ വൃത്തിയായി മാറി. എല്ലാം തന്നെ നന്നായി. ചവറൊക്കെ എടുത്ത് ഉരമാക്കി മാറ്റി. ആരോടും പരാതിയും പറഞ്ഞില്ല. ഞാൻ എന്റെ പണി ചെയ്യാൻ തുടങ്ങി. ഇതൊരു തെറ്റാണോ? പറയൂ. ജോലി ചെയ്യുന്നത് കോൺട്രവേഴ്സിയാണോ? ജയിലിനെ ഒരു ആശ്രമമാക്കി മാറ്റിയോ? അതെ, ജയിൽ ഒരു ആശ്രമമാണ്.
നമ്മൾ ജയിൽ ആശ്രമമായി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ശരിയായി ചെയ്തില്ലെന്നാണ് അർത്ഥം. കാരണം ജയിൽ എല്ലാരെയും നന്നാക്കുന്ന സ്ഥലമാണ്. നമ്മൾ അതിന് കറക്ഷൻ സെന്റർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ കറക്ഷൻസ് ചെയ്യാറില്ല. അതുകൊണ്ട് ജയിലിനെ ആശ്രമം എന്നുള്ള പേരിലേക്ക് മാറ്റി, അവരുടെ മനസ്സ് മാറണമെന്നതിന് വേണ്ടി. സോ അതുകൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടായി. പിന്നെ ഞങ്ങൾ പറയാൻ തുടങ്ങി, നിങ്ങൾ തിഹാറിന്റെ ആശ്രമവാസികളാണെന്ന്. പിന്നെ എങ്ങനെ ലഹരി ഉപയോഗിക്കും, എങ്ങനെ കുടിക്കും? ആശ്രമത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരുപക്ഷെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ മറ്റുള്ളവരൊക്കെ അവരെ പിടിക്കും. ആശ്രമത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ചോദിക്കും. സോ അത് കാരണം ഒരു ഇമ്പാക്ട് ഉണ്ടായി. പേര് കാരണം ഒരു ഇമ്പാക്ട് ഉണ്ടായി. അവിടെ പേര് മാത്രമല്ല, ജോലിയും ഉണ്ടായിരുന്നു. ഒരു വശത്ത് ജോലി, ഒരു വശത്ത് പേര്. പക്ഷെ ഇപ്പോൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ പഴയ സ്ഥിതിയിൽ തന്നെ തിഹാർ എത്തിയിരിക്കുന്നതായിട്ടാണ്. പല വാർത്തകളും വന്നുകൊണ്ടേയിരിക്കുന്നു. 13 പ്രതികൾ ജയിൽ ചാടിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം 4 പ്രതികളാണ് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടത്. അത് ആശ്രമമാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ തോന്നും? നിങ്ങൾ പറയുന്നത് നേരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ജയിൽ എന്നത് തന്നെ ഒരു പോരാട്ടമാണ്. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കുറച്ചൊന്ന് അശ്രദ്ധയായിരുന്നാൽ കണ്ണു ചിമ്മുന്ന സമയത്തിനകത്ത് ഇതുപോലെ എന്തു വേണമെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. സോ ആശ്രമം എന്നത് സമാധാനമായി കിടന്നുറങ്ങുന്ന സ്ഥലമല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ ദിവസവും വളരെ നന്നായി ശ്രദ്ധിക്കണം. ആരെങ്കിലും ഒരാൾ അശ്രദ്ധയായിരുന്നാൽ, ഒരു കോൺസ്റ്റബിൾ ഒരു തെറ്റ് ചെയ്താൽ, ബാക്കിയുള്ള എല്ലാവരും അലേർട്ടായിരുന്ന് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ എല്ലാം നശിക്കും. അതുകൊണ്ട് നമ്മൾ പേര് മാറ്റിയാലും എന്തൊക്കെ ചെയ്താലും പ്രൊട്ടക്ഷന്റെ സൈഡിൽ നിന്ന് 1% പോലും തെറ്റ് സംഭവിക്കാൻ പാടില്ല. സെക്യൂരിറ്റിയിലും ഒരു കോംപ്രമൈസും ചെയ്യരുത്. പക്ഷെ മെസ്സേജ് എന്താണെന്നാൽ സെക്യൂരിറ്റിയും വേണം, നന്നാകാനുള്ള വഴിയും ചെയ്യണം. ഇപ്പോൾ ഉള്ളതുപോലെ. ഒരു വ്യൂവർ താങ്കൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, കിരൺ ബേഡി ആപ്കി അദാലത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഈ ചോദ്യം അവരോട് ചോദിക്കണം. അതായത് കുറ്റവാളികളെ നന്നാക്കി എടുത്തതുപോലെ രാഷ്ട്രീയക്കാരെയും നന്നാക്കി എടുക്കാൻ സാധിക്കുമോന്ന്. അത് വളരെ വലിയ കാര്യമാണ്. ഞാനൊരു ചെറിയ ഓഫീസറാണ്. അത് എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ അവർ തിഹാർ ജയിലിലേക്ക് ചെന്നാൽ അതിന് സാധ്യതയുണ്ട്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ പോലീസ് ഓഫീസറായ കിരൺ ബേഡിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത റൗണ്ട് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കും വിചാരണയ്ക്കും നടുവിലിരിക്കുന്നത് പ്രസിദ്ധ പോലീസ് ഓഫീസറായ കിരൺ ബേഡിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കിരൺ ബേഡിക്കെതിരായ കുറ്റാരോപണം ഇവർ പോലീസ് ജോലിയേക്കാൾ മറ്റുള്ള ജോലികളാണ് കൂടുതലും ചെയ്യുന്നത് എന്നുള്ളതാണ്. കിരൺ മേഡം, ഞാൻ താങ്കളുടെ ബയോഡാറ്റ മൊത്തം നോക്കുന്ന സമയത്ത് താങ്കൾ ധാരാളം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ ധാരാളം അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും പോയി പലയിടങ്ങളിൽ ലെക്ചർ നൽകിയിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 4 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. പിന്നെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി NGO നടത്തുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ പോലീസ് പ്രവർത്തികളൊക്കെ വിട്ട് മറ്റുള്ള ജോലികളും താങ്കൾ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. ഞാൻ ആ ബുക്ക് എഴുതാനായി 2 വർഷം സ്റ്റഡി ലീവ് എടുത്തിരുന്നു. ആ സ്റ്റഡി ലീവിൽ ഞാൻ തിഹാറിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ എല്ലാ കൺട്രിയും കാണണമെന്ന് കരുതി. അതായത് ആ പുസ്തകത്തിനെക്കുറിച്ച് ശരിക്കും എഴുതണമെങ്കിൽ അത് ഇതുപോലെ ശരിക്കും നടന്നിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാനായി ആ 2 വർഷത്തിൽ ലോകത്തെ 2 വട്ടം ഞാൻ ചുറ്റിവന്നു. ഞാൻ എന്റെ സ്വന്തം സേവിങ്സ് യൂസ് ചെയ്തു. എനിക്ക് ഫെലോഷിപ്പിൽ നിന്ന് കിട്ടിയ കാശും അതിനായി ഉപയോഗിച്ചു. കാരണം എന്റെ എയിം ഞാൻ എഴുതുന്നത് ശരിക്കും സത്യങ്ങൾ പറയപ്പെടുന്ന ഒരു ഒറിജിനൽ പുസ്തകമായിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രാവലിംഗ് ചെയ്തു. കിരൺ മേഡം, താങ്കളെപ്പോലെ സമൂഹ നന്മ ചിന്തിക്കുന്നവർ, ലെക്ചറുകൾ നൽകുന്നവർ പോലീസിലല്ല പൊളിറ്റിക്സിലാണ് വേണ്ടത്. എന്തുകൊണ്ട് പോലീസിൽ പാടില്ല? നിങ്ങളെന്തുകൊണ്ട് അങ്ങനെ കരുതുന്നത്? എന്നെപ്പോലെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് റൈറ്റേഴ്സ് ആയിട്ടുണ്ട്. തൊട്ടടുത്ത് ഞാൻ കേരള വരെ പോയിരുന്നു. അവിടെ ഒരു വലിയ പോലീസ് ഓഫീസർ ഒരു സ്റ്റോറി എഴുതിയിരുന്നു. ആ സ്റ്റോറി ഇപ്പോൾ ഒരു സിനിമ സ്ക്രിപ്റ്റായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ താങ്കളോട് എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് നോക്കാം. താങ്കൾ ചില സമയങ്ങളിൽ പോലീസ് ഫോഴ്സിനെ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. വലിയ ചാടിയ കുടവയറൊക്കെ ആയിട്ട് ബെൽറ്റ് താഴെയാണ് ഉണ്ടാവുക. ക്യാപ്പ് പോലും ഇല്ലാതെ ഡ്യൂട്ടിയിൽ ഉണ്ടാവും. പക്ഷേ ഒരു സ്ഥലത്തുള്ള കടകളുടെ അടുത്തൊക്കെ നിർത്തിയിട്ട് അവരുടെ അടുത്തുനിന്ന് പൈസ കളക്ട് ചെയ്യും. പക്ഷേ വളരെ ചുരുക്കം ചിലർ മാത്രമേ നല്ല അച്ചടക്കത്തോടെ, ശരീരം നല്ല ഫിറ്റായിട്ട്, ജോലിയിലും നല്ല ആത്മാർത്ഥത ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവരെ കുറച്ചേ കാണാൻ ഈ പറ്റുള്ളൂ. ഇംപ്രഷൻ, അതായത് ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല, ഡൽഹിയിലും മഹാരാഷ്ട്രയിലും മാത്രമല്ല, എവിടെ നോക്കിയാലും പോലീസിനെ കുറിച്ച് ഈ ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ സാധിക്കും? അവർക്ക് കഴിക്കാൻ പോലും സമയമില്ല. ആക്ച്വലി അവർക്ക് രാത്രി എപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്നത് അവർ അപ്പോഴപ്പോൾ കഴിക്കും.
അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസും ഇല്ല, അവർക്ക് ടൈമും ഇല്ല. ഇതാണ് ശരിക്കും നടക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസിനും കുറച്ച് സമയം ആവശ്യമായി വരുന്നുണ്ട്. സമയമുണ്ടെങ്കിലേ നമുക്ക് അതൊക്കെ ചെയ്യാനാകൂ. അവർ മനസ്സിലാക്കണം, ഞാൻ 10 മണിക്ക് ഡ്യൂട്ടിക്ക് ചെല്ലണം, 6 മണിക്ക് റെഡിയാകണം, രാവിലെ നേരത്തെ എണീറ്റ് യോഗ ചെയ്യണം, ഫിസിക്കൽ ഫിറ്റ്നസും ചെയ്യണം, വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് ചെന്നെത്തും കഴിക്കാനായിട്ട്. സോ ഇതുപോലുള്ള നോർമലായ കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. പെട്ടെന്ന് ടെററിസ്റ്റ് കോൾ വരും, പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു ബന്ധബസ്ത് കോൾ വരും, തുടർന്ന് ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സർക്കാർ നമ്മുടെ കൺട്രിയിൽ 13 മാസത്തെ ശമ്പളം 12 മാസത്തെ ജോലിക്ക് നൽകുന്നത്. എന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത്യാഗ്രഹം കാണിച്ച് അവരെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അത് ഓണമാകട്ടെ, എന്തൊരു ഉത്സവമാകട്ടെ. പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ലീവ് എടുക്കാമെന്നാണ്. അല്ല, ഞാൻ മറ്റൊരു കാര്യം പറയാം. തീർച്ചയായും ഇല്ല. എന്താ, ലീവ് എടുക്കാൻ ആർക്കും അധികാരമില്ലേ? പറയൂ. ഇത് ശരിക്കും തെറ്റാണ്. ആദ്യം പറഞ്ഞതും തെറ്റാണ്, ഇതും തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ലീവ് എടുക്കുന്നത്? ചിലർക്ക് വിശപ്പുണ്ടാകും, ചിലർക്ക് അത്യാഗ്രഹമുണ്ടാകും, ചില സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കണം. കാരണം അവർക്ക് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. അവരുടെ കുട്ടികൾക്കും ആഗ്രഹം കാണും കളർ ടി വി ഒക്കെ കാണണമെന്ന്. ഇതുപോലെ ആപ്കാ അദാലത്ത് പ്രോഗ്രാം കാണാൻ, ഇദ്ദേഹത്തെ കാണാൻ. നിങ്ങൾ തന്നെ പറയൂ, എത്ര പേരുടെ വീട്ടിൽ കളർ ടി വി കാണും? അവരുടെ കുട്ടികൾ ആഗ്രഹിക്കും. അത് തെറ്റാണ്, ഞാൻ ശരിയെന്നല്ല പറയുന്നത്. അവരുടെ ശമ്പളം വളരെ കുറവ്, കുട്ടികളെ പഠിപ്പിക്കാനാവില്ല, വീടിന്റെ വാടക കെട്ടാനാവില്ല. നമ്മുടെ നാട്ടിൽ ഓരോ സാധാരണ പോലീസുകാരനെയും നോക്കിയാൽ, ഒരു പട്ടാളക്കാരനെ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ എനിക്ക് സന്തോഷം തോന്നുന്നു. ഓരോ മിലിറ്ററി മേനെയും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. ഭാഗ്യം, അവരെങ്കിലും നന്നായിട്ട് നോക്കുന്നല്ലോ. അതായത് ഓരോരുത്തരും ഈ നാട്ടിൽ പോലീസ് കോൺസ്റ്റബിളിനെ ശ്രദ്ധിക്കുന്ന രീതി ഒരു മിലിറ്ററി മാനെ പോലെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വേണമെങ്കിൽ നോക്കൂ, ഈ അവസ്ഥ പൂർണ്ണമായി മാറും. നമ്മുടെ നാട്ടിൽ പോലീസിന് വെൽഫെയർ സിസ്റ്റം ഇല്ല. നമ്മുടെ നാട്ടിൽ പോലീസിന് വെൽഫെയർ കോൺസെപ്റ്റ് പോലുമില്ല. ഇതെന്റെ അപ്പീലാണ്, ഇതെന്റെ ഡ്രീമാണ്, എന്റെ സ്വപ്നം, എന്റെ യാചന, എന്റെ ആഗ്രഹം. ഞങ്ങൾക്കും ഒരു വെൽഫെയർ സൊസൈറ്റി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനകത്ത് എല്ലാ കോൺസ്റ്റബിളിനെയും, അതായത് ASI, സബ് ഇൻസ്പെക്ടർ, അവരുടെ കുടുംബം രക്ഷിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ അവർക്ക് ധൈര്യം വരും. ദേ നോക്കൂ, നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളുടെ ഫാമിലി സുരക്ഷിതമാണ്, കുട്ടികൾ എഴുതുന്നു, നന്നായി പഠിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ റോട്ടിലല്ല ഉള്ളത്, നിങ്ങൾ ചെന്ന് പണിയെടുക്കുമെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം, 100% പെർഫെക്റ്റ് ആയി മാറും. നമുക്കാവശ്യം ഒരു വെൽഫെയർ സിസ്റ്റമാണ്. വെൽഫെയർ ഒരു ഇഷ്യൂ ആയിരിക്കണം, വെൽഫെയർ ഒരു പ്രിയോറിറ്റി ആയിരിക്കണം. ഇതെന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നം വിജയിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നമുക്കായി ഒരു വെൽഫെയർ കോൺസെപ്റ്റ് ഉണ്ടാകണം, അതും എന്റെ സർവീസിൽ. താങ്കളുടെ സ്വപ്നങ്ങൾ നിറവേറാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്കളുടെ കൺമുമ്പിൽ തന്നെ എല്ലാം സംഭവിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ MB കോശലിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ പോലീസ് ഓഫീസറായ കിരൺ ബേഡിയോട് പല ചോദ്യങ്ങളും ചോദിച്ചു. കിരൺ ബേഡിയോട് നമ്മൾ IAS IPS ഓഫീസേഴ്സിന്റെ നടുക്കുള്ള വഴക്കിനെക്കുറിച്ച് ചോദിച്ചു. പിന്നെ പോലീസിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ ഇന്നത്തെ വിചാരണയെക്കുറിച്ച് ഇന്നത്തെ ജഡ്ജിയായ MB കൗശലിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. പറഞ്ഞു വരുമ്പോ ഈ വിചാരണ മുഴുവനും ശ്രീമതി കിരൺ ബേദിക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു കാര്യം പറയുകയാണ്. അതായത് ഓരോ ചോദ്യങ്ങൾക്കും അവര് വളരെ കൃത്യമായ ഉത്തരങ്ങൾ നൽകി. വളരെ വ്യക്തമായ ഉത്തരങ്ങളായിരുന്നു അത്. അതിലും പ്രധാനമായിട്ട് അതായത് നിയമത്തിന്റെ അവസ്ഥ, സ്ത്രീകളുടെ സുരക്ഷ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കുറ്റാരോപണങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകി. അവസാനമായി പോലീസിന്റെ ക്ഷേമത്തെപ്പറ്റി അവര് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നുതന്നെയാണ്. ഇതെല്ലാം തന്നെ കേട്ടതിന് ശേഷം എന്റെ ഇന്നത്തെ വിധിപ്രകാരം അവർക്ക് നേരെ ഉന്നയിക്കപ്പെട്ട കുറ്റാരോപണങ്ങൾ വെച്ച് അവരെ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ നീതിപീഠം ഇന്ന് അവരെ കുറ്റവിമുക്തിയായി പ്രഖ്യാപിക്കുന്നു. ഈ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കിരൺ ബേഡി കണ്ട സ്വപ്നങ്ങൾ, അവർ മാറ്റാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, അതായത് പോലീസിന്റെ രീതികളിൽ മാറ്റങ്ങൾ വരണമെന്ന് അവർ ആഗ്രഹിച്ചു. ആ സ്വപ്നം വേഗം നിറവേറട്ടെ. ആ സ്വപ്നം നിറവേറാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ TV പൂർണ്ണമായും സഹകരിക്കുന്നതാണ്. അതിന് ഞങ്ങൾ തയ്യാറാണ്. അതിപ്പോൾ താങ്കളോട് ഞങ്ങൾ പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.